നമ്മുടെ പെറ്റ് ഷോപ്പിലെ മങ്കിക്കുള്ള രാവിലത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. നമ്മൾ ജസ്റ്റ് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് നമ്മൾ വീറ്റ് ആപ്പിൾ ഫ്ലേവറുള്ള സെർലാക്കാണ് നമ്മുടെ മങ്കികൾക്കും ഗ്ലൈഡറിനൊക്കെ കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് മങ്കികൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം, ആവശ്യത്തിന് മാത്രം എടുത്ത് നമ്മൾ സ്ഥിരം കൊടുക്കുന്നതുകൊണ്ട് അറിയാം അതിൻ്റെ ക്വാണ്ടിറ്റി. കുറച്ചൊരു 1.5 ടീസ്പൂൺ മാത്രം മതിയാവും ഒരു നേരം. നമ്മൾ എല്ലാ ടൈമും ഈ സെർലാക്ക് കൊടുക്കാറില്ല. പിന്നെ നട്ട്സ് കൊടുക്കാറുണ്ട്, ചിക്കൻ ബോയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്, സൂപ്പർ വേംസ് കൊടുക്കാറുണ്ട്, ഫ്രൂട്ട്സുകൾ കൊടുക്കാറുണ്ട്, വെജിറ്റബിൾസ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇളം ചൂടുവെള്ളം, ഒരുപാട് ചൂടും വേണ്ട ഒരുപാട് തണുപ്പില്ലാത്തൊരു കണ്ടീഷനിലാണ് ആറുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ സെർലാക്ക് കൊടുക്കാറുള്ളത്. വീറ്റാപ്പിൾ ഫ്ലേവർ ആകുമ്പോൾ ഗോതമ്പായതുകൊണ്ട് ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഓവർ ഫാറ്റി ആവില്ല. അത്യാവശ്യം ഫ്രൂട്ട്സും ഉള്ളതുകൊണ്ടും ബാക്കിയുള്ള ഫ്ലേവറിനെ അപേക്ഷിച്ച് ഈ മങ്കികൾക്കായാലും ഗ്ലൈഡറിനായാലും കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവറാണ് ഈ ഒരു വീറ്റാപ്പിൾ ഫ്ലേവർ. നമ്മുടെ മങ്കികൾക്ക് രാവിലെ നമ്മൾ ഒരു 7 മണി 8 മണിക്കകത്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ സെർലാക്ക്. ചില സമയങ്ങളിൽ നമ്മൾ മാതളം ഫ്രൂട്ട്സ് കൊടുക്കാറുണ്ട്. അങ്ങനെ മാറ്റിയും തിരിച്ചുമൊക്കെയാണ് നമ്മൾ ഫീഡ് സെറ്റ് ചെയ്യുന്നത്. മങ്കികൾക്ക് ആഹാരം മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെ കേജിൽ എത്രമാത്രം സൺലൈറ്റ് വെയിലടിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. വെയിൽ അവർക്ക് മെയിനായിട്ട് വേണ്ടൊരു ഫാക്റ്റാണ്. അപ്പം നമ്മൾ കൂടിനെ ഇൻഡോർ സെറ്റ് ചെയ്യുന്നവർക്ക് മങ്കിയെ വളർത്തുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മങ്കികളുടെ ബോൺസുകൾ കട്ടായി പോകുന്നതും ബോൺസുകൾ ഒടിയുന്നതും ഒക്കെ. കാരണം ഒരു പ്രോപ്പർ വെയിൽ കൊണ്ടില്ലെങ്കിൽ അത് വെറും കട്ടി കുറഞ്ഞ ബോൺസുകളാണത്. ഈ ഓട്ടത്തിൽ തന്നെ ഒടിഞ്ഞു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ മങ്കികളെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് തന്നെയാണ് വെളിയിൽ നിന്നുള്ള ആളുകളുടെ കോണ്ടാക്റ്റ്, ഇവരെ ടച്ച് ചെയ്യുക, തൊടുക. അപ്പോൾ അത് ഇവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള കാരണമാകും. കാരണം ചെറിയൊരു ആനിമൽ ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ് മനുഷ്യനെ അപേക്ഷിച്ച്. അപ്പോൾ മനുഷ്യന് ഒരു വൈറൽ ഫീവറൊക്കെ ഉള്ളൊരു മനുഷ്യന് വന്ന് മാറിയ ഒരാളാണെങ്കിൽ തന്നെ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ അണുക്കളുണ്ടെങ്കിൽ ഇവരെ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ വ്യാപിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡിസീസുകളൊന്നും ഉണ്ടാവാറില്ല. കഴിവുന്നതും ഇവരെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവരുടെ പാത്രം എടുത്ത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചേക്കണം. ഈ ഫുഡിൻ്റെ ബാക്കി അവിടെ വെക്കാതിരിക്കുക. അത് മങ്കിയെന്നല്ല, ഏത് ബേഡ്സിനും അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇത് ലിക്വിഡ് ഫോമിലുള്ള ഫുഡ് ആയതുകൊണ്ട് വേറെ പ്രാണികളൊക്കെ ഒന്ന് മുട്ടയിടാനും അതിനകത്ത് ടച്ച് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ബാക്ടീരിയകൾ കൂടുതലും ഇവരെ വ്യാപിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു പെറ്റാണ് നമ്മുടെ മങ്കികൾ. അപ്പോൾ നമ്മുടെ മങ്കികളുടെ ഇതുകൊണ്ടൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ഇതുപോലൊക്കെയുള്ള പെറ്റ്സിൻ്റെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് അറിയാൻ നമ്മുടെ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള പെറ്റ്സിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.